നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ഡൺമോർ ഈസ്റ്റ് ഹാർബർ. നമ്മൾ ചൂണ്ടിടാൻ വേണ്ടുന്ന വീഡിയോ പഴയ ഇട്ടിട്ടില്ലേ, ആ സ്ഥലത്ത് തന്നെയാണ് പിന്നെ വന്നിരിക്കുന്നത്. ഇന്നെന്തായാലും നമ്മളൊന്ന് പോയി നോക്കാൻ പോവുകയാണ്. അവിടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാമെന്നുള്ളതിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണിക്കുകയും കൂടെ ചെയ്യാവേ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ കിടക്കുന്ന ഒരു ബോട്ട് കണ്ടോ, ഫിഷിംഗ് ബോട്ടാണ് അതെ. അപ്പം നമ്മളിന്ന് പതിയെ ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുന്ന നോക്കാം എങ്ങനെയുണ്ടെന്ന്. വന്നിട്ട് നമ്മൾ ഈ ഹാർബറിൽ വന്നിട്ടേ ഇങ്ങനത്തെ ബോക്സുകളോട് ഒത്തിരി കാണാൻ പറ്റും. അതിൻ്റെ അകത്താണ് നമ്മൾ ഈ സ്രാഗിൻ്റെ കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ ഈ ചത്ത മീൻ, ഇവർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന മീനിൻ്റെ തല ഇതെല്ലാം ഇവിടെ ഇട്ട് വെച്ചേക്കുവേ. അത് ഇവിടെ ഈ ക്രാബിനെ പിടിക്കാൻ വേണ്ടി ഒരു വലയുണ്ട്, അതിടുന്നവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ സാധനം. അപ്പോൾ അവർ എടുത്തോണ്ട് പോകും. ഇവിടെ നിന്നാണ് ഇവർ ക്രാബ് ബോട്ട് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് വേണം ക്രാബിനെയൊക്കെ വലിച്ച് കയറ്റി ഇവിടെ വെയിറ്റ് നോക്കിയാണ് ഇവരിവിടെ വെക്കും. ഇവരിവിടെ തന്നെ ബോക്സിൽ ഇങ്ങനെ അട്ടി വെക്കും. എന്നിട്ട് ആ ബോക്സിൽ ലോറി വരും, ലോറി ഒന്ന് കയറ്റിക്കൊണ്ടോ. ഇതൊരു ദിവസം ഞാൻ കാണിക്കാം. ഇന്നിപ്പോൾ ഞാൻ വന്നപ്പം ഒന്നും കണ്ടില്ല, ഇപ്പോൾ ലേറ്റായി. 7 മണി, വൈകുന്നേരം 7 മണി 8 മണി സമയമായി. കാരണം ഇന്നിപ്പോൾ ലേറ്റ്. ഒരു ദിവസം ഞാൻ ഇതിനെ കാണിച്ചത് എങ്ങനെ അവർ ചെയ്യുന്നത്. എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ക്രാബിനെ പിടിക്കുന്ന കൂടെ. ഇതിൻ്റെ ഇഷ്ടം പോലെ ഉള്ളത്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണത്. ഈ സൈഡിൽ കാണുന്ന ബോട്ടുകളുണ്ടോ, ഈ ബോട്ടുകളെല്ലാം അടുത്ത ഫിഷിങ്ങിന് പോകാൻ വേണ്ടി റെഡിയായി കിടക്കുന്ന ബോട്ടുകളാണ്. റെഡിയായി കിടക്കുന്നതും പോകാൻ വേണ്ടി കിടക്കുന്നതും ഒക്കെ ഉള്ള ബോട്ടുകളാണ്. ഈ വലകൾ കണ്ടോ, ഇത് ബോട്ടിൽ കയറ്റി കൊണ്ടുപോയി കടലിലെറിയാനുള്ള വലകളാണിത്. ഇതുണ്ടോ, വേറൊരു വലിയൊരു ബോട്ട് റെഡിയായി കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ബോക്സ് ഉണ്ടോ, അതെല്ലാം റെഡിയാക്കി കാലി ബോക്സാണ് ഇതെല്ലാം. ഇതെല്ലാം കടലിൽ പോകാനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് മീൻ നിറച്ചിട്ട് വരും. അങ്ങനെയാണ് ഇത്. ഇവർ പോയിട്ട് 1 വീക്ക് എടുക്കുമെന്നാണ് തോന്നുന്നത് പോയിട്ട് വരാനായിട്ട്. എൻ്റെ ഈ കാണുന്ന വല കണ്ടോ, ഇത്രയും ഭയങ്കര നീളമുള്ള, കിലോമീറ്ററുകൾ നീളമുള്ള വലയായി കിടക്കുന്നു. ഈ വല കണ്ടോ, ബോട്ടിൽ കയറ്റി കൊണ്ടുപോകാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചൂണ്ടയിടാനായിട്ട് വേറെയും ആൾക്കാരുണ്ട്. ആക്ച്വലി ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ചൂണ്ടയിടാൻ വരുന്നുണ്ട്. പക്ഷേ ഒരു ഫണ്ണാണ് ഇവർ. ആക്ച്വലി ഒരു ഈവനിങ് ടൈമിൽ പിള്ളേരായിട്ട് വരിക. ഇപ്പോൾ പിള്ളേർ സ്കൂൾ ഹോളിഡേ ടൈമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടിന് വേണ്ടി വരുന്നതാണ്. കണ്ടാ പോകുന്ന ഒരു കുഞ്ഞൻ ബോട്ട് കണ്ടോ, അത് കണ്ടിട്ട് അവർ ചെറിയ ഒരു ഫിഷിങ്ങിന് പോകുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, കുഞ്ഞൻ ബോട്ട്. ഇപ്പോൾ കിരണേടാ എങ്ങനെയാണ് നമ്മൾ ചൂണ്ട കടലിലേക്ക് എറിയുന്നത് എന്നുള്ളതാണ് ഇത് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ടൈപ്പ് ചൂണ്ടയിൽ ഇതിൻ്റെ കൊളുത്തൊക്കെ ഉണ്ട്, അതിൻ്റെ അടിയിലൊരു വെയിറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടോ. അപ്പോൾ ഞാൻ കിരണോട് ചോദിക്കാൻ പോകണം അടുത്തോട്ട് പോയിട്ട്. ഇത് സത്യത്തിൽ ഒരു മാക്രലിന് വേണ്ടിയുള്ള ചൂണ്ടയാണ്. ഇത് 6 കൊളുത്താണ് ഇതേ വരുന്നത്. ഇപ്പം നല്ല വെതറും നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് മാക്രലിന് കിട്ടേണ്ടതാണ്. ഇതുവരെയായിട്ടും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം പോലും കിട്ടിയില്ല. ഇതിപ്പം എന്താണെങ്കിലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പം ഇത് ലോക്കാണത്. നമ്മളിത് ഒരു വിരളം കൊണ്ട് ഇത് സിമ്പിളായിട്ട് ഇത് വിരളം കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, ലോക്ക് റിലീസ് ചെയ്യുന്നു. നമ്മൾ ഈ വിരലിലാണിപ്പം നമ്മുടെ ചൂണ്ട നൂല് നിൽക്കുന്നത്. എന്നിട്ടിങ്ങനെ ആദ്യമേ ഇച്ചിരി ഇത് പാടാണ്. നമ്മൾ പിന്നെ കുറച്ച് ഇത് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ അടുത്ത് മെയിൻ. എന്നിട്ട് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ലോക്ക് നമ്മൾ ഇടുന്നു. ഇതൊരു ലോക്കാണ്. ഇത് നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിരിച്ച് അതൊക്കെ വലിച്ച് കയറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത് പറയാനുള്ളത്. അതെ, ഇതേ വെച്ച് അപ്പോൾ ഇതിൻ്റെ കൂടെ മീനും കൂടെ കയറി വരേണ്ടതാണ്. വരുന്നില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടിയാൽ ഇതിൻ്റെ ആവേശം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഒരു ചൂണ്ടയിലൊക്കെ ഒരു 6 മാക്രലൊക്കെ കയറി വരും. ഒരു പ്രത്യേക ഒരു മനസ്സുഖമാണ് ഇത് മീൻ പിടിക്കുമ്പോൾ. ആ ഒറ്റ ഹരം കൊണ്ടാണ് നമ്മൾ ഈ ചൂണ്ടയിടാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇത് കേട്ടോ, നമ്മുടെ ഫാമിലീസാണെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഈവനിങ് പിള്ളേരായിട്ടൊക്കെ വന്ന് 1-2 മീൻ പിടിക്കുക, ഒരു രസം. അതിനുവേണ്ടി വരുന്നതാണ് കൂടുതൽ ആൾക്കാരെ. ഇവിടെ നമ്മുടെ ദീപക്കേടൻ ഓർമ്മയില്ല, നമ്മുടെ ബോട്ട് ഫിഷിങ്ങിന് പോയപ്പോഴേക്കും വലിച്ചു കയറ്റിയ ആളായി നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഫസ്റ്റ് അടിച്ച് കയറ്റിയ പുള്ളിയാണ് നിൽക്കുന്നത് കേട്ടോ. പുള്ളിയുടെ അയില പിടിക്കാൻ വേണ്ടി വിത്ത് ഫാമിലിയാണ് വന്നേക്കുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. ദീപക്കേടാ വല്ലതും ഉണ്ടോ? ഇന്നില്ലല്ലേ, സമയമായി വരുന്നേ ഉള്ളൂ. ആണ് ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട്. ഇവിടെ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കുറേ ആൾക്കാർ വന്ന് ഇപ്പുണ്ട്. ഇതാണ് നമ്മൾ മാക്കറിനെ പിടിക്കാൻ വേണ്ടി ഇടുന്ന ചൂണ്ട. ഈ ഒരു സാധനമാണ് ഇവിടുത്തെ കേട്ടോ. ഇത് 6 എണ്ണം വരുന്നല്ലേടാ, 6 എണ്ണം. ഇപ്പം കിരണിപ്പം ഇട്ട ചൂണ്ടയിലാണ് ഇടുന്നത്. ഇതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ മീൻ കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഇനിയിപ്പം മീനൊന്നും കിട്ടിയില്ല, നമ്മൾ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുന്ന മീൻ നമ്മളിന്ന് ഉണ്ടാക്കും. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽപ്പുണ്ട് അല്ലേ, ആർക്കുമില്ല. അപ്പം നമ്മുടെ മീൻപിടുത്തം ഇന്നത്തെ ഫിനിഷ് ചെയ്യുകയാണ്. ഒന്നും കിട്ടിയില്ല, ആർക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പം അത് ഇവിടെ നിന്നിട്ട് വ്യത്യാസം കാര്യമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വലിയ വൈൻഡപ്പ് ചെയ്യാമെന്ന് വെച്ചു. വീട്ടിൽ പോയിട്ട് ഉള്ള മീനൊക്കെ വെച്ച് കറി വെച്ച് കഴിക്കാമെന്ന് വിചാരിക്കും.